24ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചിട്ടുള്ള CPIM കരിക്കുളം ലോക്കൽ കമ്മിറ്റി സോസംഘം ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അംഗം സഖാവ് മുരളി സഖാവിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷനായി സംഘാടക സമിതിയുടെ ചെയർമാൻ സഖാവ് ഈ കെന്നഡിയെ ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്വാഗതത്തിന്റെ ജനറൽ അംഗമായ സഖാവ് ജി അനിൽകുമാർ നടത്തുന്നത്. ഇതിന് പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹാക്കളും കസേരകൾ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പുറത്തെ സൈഡിലുമുണ്ട്, ഇവിടെയും ഇട്ടിട്ടുള്ള കസേരകളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സഹാക്കളെ, CPIMന്റെ ജില്ലാ സമ്മേളനം, തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഡിസംബർ മാസം 20, 21, 22, 23 തീയതികളിൽ കോവളം ഏരിയ കമ്മിറ്റിയിൽ കോവളത്ത് വെച്ച് നടത്തുകയാണ്. ആ സമ്മേളനത്തിന്റെ വിജയത്തിലേക്ക് വേണ്ടിയും ഈ സമ്മേളനം നടത്തിക്കൊണ്ട് നമ്മുടെ ഏരിയയിലെ കരിക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ സ്വസംഘ ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. സമ്മേളനം നമ്മൾ കോവളം ഏരിയ സമ്മേളനം വളരെ വിജയകരമായിട്ടാണ് ഇവിടെ വെച്ച് നടത്തിയത്. നമ്മുടെ പുതിയപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടതുകാരായിട്ടുള്ള ഡോക്ടർ ഗംഭീർ, ഡോക്ടർ സിദ്ധാമോ, അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പിന്നെ മറ്റ് നമ്മൾ ഒരുപാട് ഓഫീസുകൾ നോക്കാറുണ്ട്. ലോക്കൽ നാളെ നമ്മുടെ മുഴുവൻ ബ്രാഞ്ചുകൾ സംഘാടനത്തിൻ്റെ ഓഫീസ് 245 ബ്രാഞ്ച് ഓഫീസുകളുടെ സംഘാടനത്തിൻ്റെ ഓഫീസുകളാണ് ഉദ്ഘാടിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ 20, 21, 22, 23 തീയതികളായിട്ടാണ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം കോവളത്ത് വെച്ച്. അതുപോലെയാണ് കോവളത്ത് ഒരു സമ്മേളനം, ജില്ലാ സമ്മേളനം നടത്തുന്നത്. കഴിഞ്ഞ സമ്മേളനം നമ്മൾ നടത്തിയത് പാകിസ്ഥാനിൽ. കേരളത്തിലെ 38,440 ബ്രാഞ്ചുകളുടെ സമ്മേളനങ്ങൾ നടത്തി വലിയ വിജയകരമായി പൂർത്തിയാക്കുന്നത്. 3 വർഷത്തിലൊരിക്കലാണ് നമ്മുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസ് നടത്തുന്നത്. 2444 ലോക്കൽ സമ്മേളനം മുഴുവനും നമുക്ക് കേരളത്തിൽ പൂർത്തിയാക്കിയെടുക്കാൻ കഴിയും. ഈ മാസം കൊണ്ട് മുഴുവൻ ഏരിയ സമ്മേളനം നമ്മൾ പൂർത്തിയാക്കിയെടുക്കാൻ കഴിയും. 200 ഏരിയ കമ്മിറ്റികളാണ് നമ്മുടെ ജില്ലയിൽ 19 ഏരിയ കമ്മിറ്റികളുള്ളത്. അതിൽ 17 ഏരിയ സമ്മേളനത്തിനാണ് പൂർത്തിയാക്കുന്നത്. ഇന്ന് നിയമ സമ്മേളനമാണ്. ബാക്കി 2 സമ്മേളനം അവശേഷിക്കുന്നത്. ഒന്ന് പാളയം ഏരിയ സമ്മേളനവും പാറശാല. അത് 4-ാം തീയതി ഉണ്ട്. 5 ലക്ഷം പാർട്ടി മെമ്പർമാർ നോക്കുന്നു. 5 ലക്ഷം. 1 കോടി പേര് വർക്കപ്പ് മെമ്പർഷിപ്പ് ഉള്ള
കേരളത്തിലെ കരുത്തുറ്റ സംഘടനയാണ് നമ്മൾ. ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് ഇത് സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ, അതേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യപരമായിട്ട് ഇത്തരത്തിൽ സമ്മേളനം നടത്തി പുതിയ ഭാരവാഹികൾ എടുക്കുവാനും ആ സമ്മേളനം നടത്തുവാനും കഴിയും. ഞാൻ എൻ്റെ പാർട്ടി സാറിനോട് ചോദിക്കുന്നു, നിങ്ങളിത് കോൺഗ്രസ്സുകാരനോട് BJP-കാരനോട് ചോദിക്കുന്നു, കഴിയും. ഈ പാർട്ടിക്ക് മാത്രമല്ല ഇത് കഴിയും. ബ്രാഞ്ച് സമ്മേളനം നടത്തി, ഏത് ബ്രാഞ്ച് സമ്മേളനം നമ്മുടെ ഗവൺമെന്റ് മേഖലയിൽ എന്തെങ്കിലും അനുകൂലങ്ങളോ അപസരങ്ങളുമായിട്ടുണ്ട്. വിജയകരമായ ഒരു 70 ദിവസം സമയം രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. പുതിയ ബ്രാഞ്ച് സെക്രട്ടറി തെരഞ്ഞെടുക്കുന്നത് ലോക്കൽ സമ്മേളനം നടത്തുന്ന ഇവിടുത്തെ ലോക്കൽ സമ്മേളനം, ആ ലോക്കൽ സമ്മേളനത്തിന് വിജയപ്രദമായ ഏരിയ സമ്മേളനം, ഗവൺമെന്റ് ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം നടക്കുന്നു. അത്ര ഭംഗിയായിട്ട് അവരെ ഏരിയ സമ്മേളനം നടത്തി. അജിത്തിനെ എൻ്റെ സെക്രട്ടറി ആക്കി 21 സ്കൂളുകൾ വിൽക്കാൻ പറ്റുന്ന ഓർമ്മയുണ്ടോ? ലേലത്തിന് വെച്ചിരുന്നതാണ്. ഇപ്പോഴോ ഇപ്പൊ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഹൈടെക്കായി സ്കൂളുകൾ മാറി. നിരവധി ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആവശ്യമുള്ള ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾ നമ്മുടെയൊക്കെ കുട്ടികൾ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടെത്തിച്ചു. ഞാൻ ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ അവസരത്തിൽ പറയുന്നു. എണ്ണമറ്റ കാര്യങ്ങൾ. നമ്മൾ പല പല ദുരന്തങ്ങളിലേക്ക് പോയല്ലോ. ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച ഒരു ജനവിഭാഗങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. ഓക്കി പോലുള്ള ദുരന്തം, സുനാമി പോലെ കഴിഞ്ഞ 18-ാം തീയതി 2018 സുനാമി പോലെയുള്ള ദുരന്തം, അതുപോലെ വെള്ളപ്പൊക്കമുണ്ടായ ദുരന്തങ്ങൾ. ആ ദുരന്തത്തെ ഈ ഗവൺമെന്റ് അതിജീവിച്ചു. ആ ദുരന്തങ്ങളെ മുഴുവൻ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഈ ഗവൺമെന്റായി. പിണറായി വിജയന്റെ ഗവൺമെന്റ് ആ ദുരന്തങ്ങളെ നിങ്ങളെന്നെ മറ്റ് പ്രദേശങ്ങളിൽ പോയി ആൾക്കാരെ സഹായിച്ച് അവരെയെല്ലാം ആ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന 2-3 നിലകൾ വെള്ളം കയറി കിടന്നപ്പോൾ അതിന്റെ മണ്ടയിൽ നിന്ന് നിലവിളികൾ ഉയർന്നപ്പോൾ ആ നിലവിളി ഉയർന്ന ആ വീടുകളിലേക്ക് വെള്ളം തൊഴിഞ്ഞു പോയി. ആ 3ാമത്തെ നിലയിൽ നിന്നും അവരെയെല്ലാം എടുത്ത് ഈ നാട്ടിന്റെ ആ ക്യാമ്പിലേക്ക് കൊണ്ടെത്തിച്ച മഹത്തരമായിട്ടുള്ള ഇന്ത്യ കേരളത്തിന്റെ രക്ഷാസേനകളായി പട്ടാളമായി മാറിയത് ഈ പ്രദേശത്ത് പാവപ്പെട്ട തൊഴിലാളികളല്ലായിരുന്നു. നമുക്ക് അത്ര പെട്ടെന്ന് നടക്കാൻ പറ്റും. അതിനുശേഷം ഉണ്ടായ ഏറ്റവും വലിയ ആ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകം വിറങ്ങലിച്ചു. ലക്ഷക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ടില്ല. എങ്ങനെയാ കോവിഡിനെ നേരിട്ട്? ഇന്ത്യയിലും ലോകത്തും ആ കോവിഡിനെ നേരിടുന്ന വിധത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ നേരിട്ടത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞെന്താ? നിങ്ങൾ സന്ധ്യാസമയത്ത് ഒരു പാത്രമെടുത്ത് 2 പാത്രം എടുത്തിട്ട് കിണ്ണമെടുത്ത് കൊട്ടി നോക്കണം, ആകാശത്തോട് നോക്കി നിന്ന് കൊട്ടി നോക്കണം, കോവിഡ് മാറണം. ഇതിന് പ്രധാനമന്ത്രി പറഞ്ഞു വാക്ക്. പിന്നീട് അതിന് പോയില്ലെങ്കിൽ നിങ്ങൾ ആകാശത്തേക്ക് ടോർച്ചടിച്ച് നോക്കണം. ടോർച്ചടിച്ച് നോക്കിയവരുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങൾ ആൾക്കൂട്ടം ഉണ്ടാവരുത്, കല്യാണങ്ങൾ വളരെ ലളിതമായി നടത്തണം, കടകമ്പോൾ അടച്ചിടണം, വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണ്ട. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സംശയം വന്നു. അങ്ങനെ ആയപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ പട്ടിണിയാവില്ലേ? മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ ദിവസവും ചാനലുകൾ വിളിച്ചിരുത്തി പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി എന്നിട്ട് പറഞ്ഞു, ഒരു കുടുംബം പോലും പട്ടിണി കിടക്കില്ല. എല്ലാ കുടുംബങ്ങൾക്ക് 93 ലക്ഷം കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ കുടുംബങ്ങൾ കഴിയാൻ വേണ്ടി പണക്കാരനും പാവപ്പെട്ടവനും എല്ലാ വിഭാഗം ആൾക്കാരുടെ വീടുകളിലേക്ക് ഭക്ഷ്യധാന്യ കിറ്റ് കൊടുത്ത ഈ മഹത്തരമായ ഈ ചെങ്കൊടി ഭരിക്കുന്ന ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലാതെ ലോകത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ കാലം വന്ന് എത്ര കണക്ക് ചത്തു വീഴുന്നുണ്ട്, മരിക്കുന്നു. മനുഷ്യസ്നേഹത്തിന്റെ ആഴ്വം കൊണ്ട് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്ക് ഇതാണ് നടത്തിക്കൊണ്ട് സ്വന്തക്കളത്ത് ഈന്തപ്പഴത്തില് സ്വർണം എന്തെല്ലാം നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങളായിരുന്നു മാധ്യമങ്ങളെല്ലാം ചേർന്നുകൊണ്ട് കഴിഞ്ഞ 3-4 വർഷമായി ഈ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയത്. കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് എന്തെങ്കിലും അവരുടെ കയ്യിലാണല്ലോ CBI, അവരുടെ കയ്യിലാണല്ലോ കസ്റ്റംസ്, അവരുടെ കയ്യിലാണല്ലോ ഇൻകം ടാക്സ്, എല്ലാം അതേ
വെറുതെ മാധ്യമങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഈ ഗവൺമെന്റിനെ, ഈ മുഖ്യമന്ത്രിയെ തകർക്കാൻ, ഈ മുഖ്യമന്ത്രി കുടുംബത്തെ വലിച്ചിഴച്ച് ഈ ദേശോധനം ചെയ്യാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്പെടുത്തുന്നു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. കരുത്തുറ്റ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ പ്രസ്ഥാനമാക്കി ഈ ചെങ്കൊടിയെ മാറ്റിയെടുക്കുവാൻ അത് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കരങ്ങൾക്ക് ശക്തി പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ സമ്മേളനം മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇതിന്റെ അഭിവാദം.